സിംഗൂർ നൽകുന്ന സന്ദേശം എന്തെന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ ജി ദേവരാജൻ, ഇന്ന് മമതാ ബാനർജി കൈക്കൊണ്ട നടപടികൾ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും ഏത് തരത്തിൽ ബാധിക്കും എന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? നിശ്ചയമായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് സിംഗൂർ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. കാലഹരണപ്പെട്ട ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ പോയതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ തലവര മാറ്റിക്കുറിച്ച സംഭവങ്ങളുടെ തുടക്കമാണ്. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ആഗസ്റ്റ് 31 വിധി അനുസരിച്ച് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് കൈക്കൊള്ളേണ്ടുന്ന നടപടികളാണ് ശ്രീമതി മമതാ ബാനർജി ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ കൈക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ അതേസമയം ഇത് എല്ലാത്തിൻ്റെയും അവസാനമാണ് എന്ന് നമുക്ക് കരുതാനും കഴിയില്ല. കാരണം 887 ഏക്കർ ഭൂമി ഏറ്റെടുത്തതിൽ ഏതാണ്ട് താല്പര്യമില്ലാത്ത ഏതാണ്ട് 400 ഏക്കറോളം ഭൂമി ഇപ്പോഴും ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും അവിടെയുണ്ട്. അവർക്കും കൂടി ഭൂമി കൊടുത്ത് നഷ്ടപരിഹാരം വാങ്ങിച്ച ആളുകൾക്ക് ഭൂമി വെറുതെ തിരിച്ചു കൊടുക്കണമെന്നുള്ളതും, അതുപോലെ ഭൂമി കൊടുക്കാൻ താല്പര്യമില്ലാതിരുന്നവർക്കും ഭൂമി കൊടുക്കണം. അവിടെ ഒരു നിയമം നടപ്പിലാവുന്നുണ്ടാകും, പക്ഷെ അവിടെ ഒരു നീതി നടപ്പിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത്തരം വിഷയങ്ങളിൽ ലിറ്റിഗേഷൻ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ടാറ്റ ആരംഭിച്ചിട്ടുണ്ട്. ടാറ്റയുടേതായിട്ടുള്ള നിരവധി നിർമ്മാണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഇനി ഒഴിവാക്കി ഈ സ്ഥലം കൃഷിക്ക് ഉപയുക്തമാക്കി മാറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭഗീരഥ പ്രയത്നം അതിന് ആവശ്യമായി വരും. അപ്പോൾ അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ ഗവൺമെൻറ്റിന് ഇനിയും അവിടെ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും കഴിഞ്ഞ 34 വർഷക്കാലം ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ ആ ഭൂമി ഏറ്റെടുത്ത നടപടി തെറ്റായിരുന്നു. ആ ഭൂമി ഏറ്റെടുത്ത നടപടിയിൽ ഏകപക്ഷീയമായി ആ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയ CPM എടുത്ത നിലപാട് തെറ്റായിരുന്നു. അത് മൊത്തത്തിൽ CPMനെ മാത്രമല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മുഴുവൻ ദോഷകരമായി ബാധിച്ചുവെന്നുള്ളത് കാലം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്ന സംഭവ വികാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിലെ ആ കുറ്റബോധം ഏറ്റെടുക്കുവാൻ ഫോർവേഡ് ബ്ലോക്കിന് മടിയില്ല. CPMും അത് ഏറ്റെടുക്കേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ജനങ്ങളോട് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. വേണു ചോദിച്ചതുപോലെ ഇത് ഇടതുപക്ഷ പാർട്ടികൾ, വിശേഷിച്ചും CPMനെയും ഫോർവേഡ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതെങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത്. നമുക്ക് സംഭവിച്ച തെറ്റ് ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകണം. കാരണം ലാൻഡ് ഫോർ ദ ടില്ലേഴ്സ്, കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇടതുപക്ഷ പാർട്ടികൾ പശ്ചിമ ബംഗാളിനെ ഒരു കാർഷിക മിച്ച സംസ്ഥാനമാക്കി മാറ്റിയത്. ജമീന്ദാരി സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിന് അവസാനത്തെ ആണിയടിക്കുവാൻ നമ്മൾ തയ്യാറായത്. പക്ഷേ ആ ഒരു കൊടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കർഷകരുടെ ഭൂമി ബലം പ്രയോഗിച്ച് ഏറ്റെടുക്കുവാൻ ശ്രമിച്ചതിൻ്റെ ദുരന്ത ഫലമാണ് ഇന്ന് പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേരിടുന്നത്. ദേശീയ തലത്തിൽ തന്നെ അതിൻ്റെ ഒരു വലിയ പ്രതിഫലനം ഉണ്ടായിരിക്കുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് സംഭവ വികാസങ്ങൾ മാറുന്നു എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഇതിൻ്റെ ഒക്കെ തുടക്കം ഈ സിംഗൂർ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടാണ്. ഇക്കാര്യത്തിൽ മമതാ ബാനർജിക്ക് ഭയങ്കരമായ രാഷ്ട്രീയ നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ശരി, ശ്രീ ഗോപി ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് ടെലിഫോൺ ലൈനിൽ. ശ്രീ ഗോപി, ഈ പുതിയ സാഹചര്യം എന്ത് വെല്ലുവിളികളാണ് CPMന് മേൽ ഉയർത്തുന്നത്? ഞാൻ ആദ്യം ഒരു ചർച്ച കേട്ടില്ല, എന്താണ് സംസാരിച്ചത്, കാരണം ഇപ്പോഴാണ് കണക്ട് ചെയ്തത്. അതിന് മുമ്പ് സംസാരിച്ച എനിക്ക് തോന്നുന്ന ദേവരാജനാണെന്ന് തോന്നുന്നു. അതിന് മുമ്പ് എന്താണ് അതിൻ്റെ തുടക്കം എന്നുള്ളത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല, കാരണം ഇപ്പോഴാണ് ലൈൻ കണക്ട് ചെയ്തത്. എന്തായാലും സിംഗൂരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് പറ്റിയ ഒരു പോരായ്മയാണെന്നുള്ളതിന് സംശയമില്ല. ഇടതുപക്ഷ സർക്കാരിനും ഇടതു മുന്നണിക്കും പറ്റിയൊരു പോരായ്മയാണെന്നുള്ളതിന് സംശയമല്ല. ആദ്യം മുതലേ അതൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് മമതാ ബാനർജിക്ക് ഏറ്റെടുക്കാനും അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൈവരിക്കാനും ഗവൺമെൻറ് തലത്തിലേക്ക് വരാനും ഒക്കെ മമതാ ബാനർജിക്ക് കഴിഞ്ഞു എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും, യാതൊരു സംശയമില്ല. പക്ഷേ ബംഗാളിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഭൂമി വൈകാരികമായ ഒരു കാര്യമാണെന്നുള്ളതിന് സംശയമില്ല. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വൈകാര്യമായി ഇന്ന് ഭൂമി തിരിച്ചു കൊടുക്കുന്ന സമയത്ത് മമതാ ബാനർജി വളരെ ആൾക്കൂട്ടത്തിൽ വലിയൊരു പരിപാടിയായിരുന്നു. മമതാ ബാനർജിയുടെ ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധേയമാണ്. സിംഗൂരിൽ
ഇനിയും ടാറ്റ ഫാക്ടറി നടത്താൻ തയ്യാറായാൽ, ടാറ്റ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തയ്യാറായാൽ ഭൂമി വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് മമത സിംഗൂരിൽ നിന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളതായിരുന്നു ഇന്നിവിടുത്തെ ഏറ്റവും വലിയ തലവാചകങ്ങൾ. എല്ലാ ചാനലുകളിലെയും ചർച്ചയാണത്. അത് പറയാനുള്ള കാരണം, മമതാ ബാനർജി ബംഗാളിൽ അധികാരത്തിൽ വന്നിപ്പോൾ ഏകദേശം 6 വർഷം പിന്നിട്ടിട്ടും ഒരു വ്യവസായശാല പോലും, ചെറിയൊരു വ്യവസായശാലയും ബംഗാളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഭൂമി ഏറ്റെടുത്തു, അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് തിരിച്ചു കൊണ്ടുവരാനും മമതയ്ക്ക് അധികാരത്തിൽ വരാനും കഴിഞ്ഞെങ്കിലും വ്യാവസായികമായിട്ട് ബംഗാളിന്റെ സ്ഥിതി ഇന്ന് എവിടെയാണ്? അതുകൊണ്ട് തന്നെയാണ് മമതയ്ക്ക് ഇന്ന് ഭൂമി അത് സിംഗൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ പറയേണ്ട വന്നത്. അതിന് 1 മാസം സമയമാണ് ടാറ്റയ്ക്ക് നൽകിയിരിക്കുന്നതും. ടാറ്റയോ BMW ഉൾപ്പെടെ ഏത് കമ്പനിക്ക് വേണമെങ്കിലും ബംഗാളിൽ മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങാൻ എല്ലാ സഹായവും ഭൂമി ഉൾപ്പെടെ നൽകും, സിംഗൂർ ഉൾപ്പെടെ ഭൂമി നൽകും എന്നാണ് മാമ സിംഗൂരിന്റെ മണ്ണിൽ നിന്ന് തന്നെ പറഞ്ഞത്. അതായത് സിംഗൂരിൽ 687 ഏക്കർ ഭൂമി ഇപ്പോഴും ഗവൺമെന്റിൻ്റെതാണ്, അത് ഞങ്ങൾ വിട്ടു നൽകാൻ തയ്യാറാണ് എന്നാണ് മമത പ്രഖ്യാപിച്ചത് ഇന്ന് സിംഗൂരിൽ നിന്നും. അത് വളരെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. ഇതുവരെ സിംഗൂരിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായിട്ടും അവിടെ കാർ ഫാക്ടറി വരുന്നതിനെതിരായിട്ടും സമരം നടത്തിയ മമത അതേ മണ്ണിൽ നിന്ന് ഞാൻ ഇന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറായി. അതിന് ഇവിടുത്തെ ധനകാര്യമന്ത്രി അമിത് മിത്രയെയും ചീഫ് സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ടാറ്റയോട് സംസാരിക്കാൻ ഉൾപ്പെടെ. ഇതാണെന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഭൂമി തിരിച്ചു കൊടുത്തല്ല. അപ്പൊ അത് പറയാനുള്ള പ്രധാന കാരണം, എല്ലാ ടാറ്റ ഉൾപ്പെടെ ഒരൊറ്റ വ്യവസായശാലകളും ഒരു സ്ഥാപനവും ബംഗാളിൽ വരാൻ തയ്യാറായിട്ടില്ല അതിന് ശേഷം എന്നുള്ളതാണ്. ബംഗാളിന്റെ ഇന്ന് കേരളം എല്ലാവർക്കും അറിയാം, കേരളം ഉൾപ്പെടെ ബംഗാളിൽ ലക്ഷക്കണക്കിന് ബംഗാളികൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തൊഴിൽ തേടി വരുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം 6 വർഷമായിട്ട് ബംഗാളിൽ വന്നുകൊണ്ടേക്കും കേരളത്തിൽ ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഇവിടെ നിന്ന് ഒഴുകുന്ന തൊഴിലാളികളെ കണക്ക് പരിശോധിച്ചാൽ എന്താണ്? ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും കൃഷി ഒരടിസ്ഥാനമാണ്. അത് തന്നെയായിരുന്നു ഇടതുമുന്നണി സർക്കാരിന്റെ മുദ്രാവാക്യവും. പക്ഷെ കൃഷിയെ അടിസ്ഥാനമാക്കി മാത്രം ഇനിയും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഇടതുമുന്നണി സർക്കാരിന്റെ അന്ന് പ്രഖ്യാപിച്ച കാര്യങ്ങളെ ഓരോ ദിവസം കഴിയുന്തോറും ഫലവത്തായി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ദിവസം തെളിയിക്കുന്നത്. ശരി, ഞാൻ താങ്കളെ തിരികെ എത്താം. ശ്രീ NM പിയേഴ്സൺ, ഒരവസരം കിട്ടി അത് കാര്യമായി മുതലാക്കി മമത, ഇങ്ങനെയാണോ സിംഗൂരിനെ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷം? ഇനി ഒരു വീഴ്ച പറ്റി അത് തിരുത്താൻ തയ്യാറാകണം. അങ്ങനെ ഒരു വീണ്ടുവിചാരത്തിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രതിസന്ധി മാത്രമാണോ ഇടതുപക്ഷം അഭിമുഖീകരിക്കുന്നത്? ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടെന്നുള്ളതാണ്. കാരണം കാലം മാറുന്നതിനനുസരിച്ചിട്ട് ലോകത്തിന് വരുന്നതായിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെ പാകപ്പെടുത്തിയെടുക്കുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യ ചുമതല എന്ന് പറയുന്നത് ഇടതുപക്ഷം നെഞ്ചോട് ചേർത്ത് നിർത്തുന്നതായിട്ടുള്ള ജനസമൂഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ഇടതുപക്ഷത്തിന് കഴിയുമ്പോൾ മാത്രമാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടതുപക്ഷത്തിന് കഴിയുകയുള്ളൂ. സിംഗൂരിലും അതുപോലെ നന്ദിഗ്രാമിലുമൊക്കെ ഇടതുപക്ഷത്തിന് വലിയ പാളിച്ചകൾ സംഭവിച്ചു. ആ പാളിച്ചകളിലേക്ക് അവരെത്തിച്ചേരാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആധുനിക ലോകത്തിൻ്റെ വ്യവസായവൽകൃത സാമൂഹ്യാവസ്ഥയ്ക്ക് ഒപ്പം തങ്ങൾ നിരന്തരമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു സമൂഹത്തെ നയിക്കുന്നതിൽ അവർക്ക് പറ്റിയതായിട്ടുള്ള പാളിച്ചയാണ് അവരെ വലിയ തരത്തിലേക്ക് വികസനത്തിൻ്റെ വ്യാമോഹികളാക്കി മാറ്റി തീർത്തത്. അങ്ങനെ വ്യാമോഹം വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിനുണ്ടായ സമയത്താണ് ഭരണകൂടത്തിനൊപ്പം നിന്നിരുന്നതായിട്ടുള്ള ജനതയെയും കർഷകരെയും കൈവിട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ചില നിലപാടുകളെടുത്ത് ആ നിലപാടുകൾ ഇടതുപക്ഷത്തിന് മാത്രമല്ല പ്രശ്നമായിട്ട് വരും. ഇപ്പോൾ ജാർഖണ്ഡിലെ BJPയും ജനങ്ങളുടെ ഭൂമി, കർഷകരുടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് പഴയ കാലത്ത് നിലനിന്നിരുന്നതായിട്ടുള്ള നിയമം ഉപയോഗിച്ച് കാർഷിക ഭൂമി പിടിച്ചെടുക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭരണകൂടവും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കർഷകരുടെ ഭൂമി പിടിച്ചെടുത്ത് വ്യവസായികൾക്ക് വളരെ നിസ്സാരമായിട്ടുള്ള വിലക്ക് കൊടുത്ത് വ്യവസായം കൊണ്ടുവരാം എന്ന് പറയുന്നതായിട്ടുള്ള വ്യാമോഹത്തിലാണ്. അതാണ് അവരുടെ എല്ലാം വികസന കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത്. ആ വികസന കാഴ്ചപ്പാടുകൾക്കകത്ത് മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അപകടത്തെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായിട്ട് നമുക്ക് കണക്കാക്കേണ്ടത്. അത് തിരിച്ചറിഞ്ഞ് സുസ്ഥിര വികസനം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മുദ്രാവാക്യത്തെ ഏറ്റെടുക്കാൻ ഇടതുപക്ഷം തയ്യാറാകേണ്ടത് ആവശ്യമാണ്.
പ്രകൃതിയെയും അതുപോലെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആവാസ വ്യവസ്ഥയും യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിൻ്റെ അതിജീവനത്തിന് ഏറ്റവും അടിയന്തര ആവശ്യമുള്ളതായിട്ടുള്ള സംവിധാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ആവാസ വ്യവസ്ഥയെ നിലനിർത്താൻ പറ്റുന്ന തരത്തിലുള്ള സുസ്ഥിര വികസനത്തിൻ്റെ ആയിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കേണ്ടത്. അങ്ങനെ വളരെ വിസ്തൃതമായിട്ടുള്ള രീതിയിലുള്ള ഒരു മാനവീയമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് വികസനത്തെ പാകപ്പെടുത്തിയെടുക്കുക എന്ന വലിയ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് ഇടതുപക്ഷം വരിക എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രശ്നം. ശരി, ശ്രീ ജോർജ് കുര്യൻ, ഈ സിംഗൂർ ഇടതുപക്ഷം മാത്രം പാഠം പഠിക്കേണ്ട ഒരു തിരിച്ചടിയല്ല, നിങ്ങളെയും ചില കാര്യങ്ങൾ ഇത് ഓർമ്മിപ്പിക്കുന്നില്ലേ? ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നിയമം നിർബന്ധിത സ്വഭാവത്തോടെ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചു, പിന്നീട് ഇപ്പോൾ പിൻവലിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഉദ്ദേശ്യം വ്യക്തമാണ്, അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. പിയേഴ്സൺ ചൂണ്ടിക്കാട്ടിയതുപോലെ ജാർഖണ്ഡ് ഇപ്പോൾ വിവാദ വിഷയമായിരിക്കുകയാണ്. നിങ്ങളുടെ